ഹലോ എവരിവൺ, അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ ഹൗ എക്സാമിനർ ഇൻഫ്ലുവൻസ് മൈ ലൈഫ്. അപ്പോൾ എക്സാമിനർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കേരളത്തിൽ തന്നെ വേണം ദി ബെസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പം. നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ എക്സാമിനർ പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലാതെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എക്സാമിനറിനെ പറ്റി ഒരു പ്രൊമോഷനല്ല, എനിക്ക് അത്രയും ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സാമിനർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ എക്സാമിനർ കാണുന്നത് എക്സാമിനറിന്റെ തുടക്കം അതായത് ഇങ്ങനത്തെ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ തുടങ്ങി, ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ കാണാൻ തുടങ്ങി എക്സാമിനർ. ഞാൻ റാൻഡംലി കാണാം. 10th ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ 10th എന്ന് പറയുമ്പോൾ 2022, 21-22 ആ സമയത്ത്. അപ്പം ഞാൻ ഭയങ്കര ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് ഞാൻ CBSE പഠിച്ചത് 10th വരെ. അപ്പം ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടി പഠിക്കുക, പോവുക, വലിയ മാർക്സ് ഒന്നും ഇല്ല ഒക്കെയാണ്. 10th ബോർഡ് എക്സാമിന് മുമ്പ് ഒരു 1-3 വീക്സ് നമുക്ക് സ്റ്റഡി ലീവ് പോലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, 2 വീക്സ് എന്നുണ്ട്. ആ സമയത്താണ് ഞാൻ എക്സാമിനർ ആപ്പ് ജസ്റ്റ് യൂട്യൂബിൽ റാൻഡംലി കാണുന്നതും. അങ്ങനെ ക്ലാസ് കണ്ടിഷ്ടപ്പെട്ടാണ് വീണ്ടും വീണ്ടും ക്ലാസ് ഇരുന്ന് കണ്ടു തുടങ്ങി. അങ്ങനെ 10th എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് 94% എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പം അത്രയും ക്ലാസ്സിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലായപ്പം ഞാൻ എന്ത് ചെയ്തു, എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തു. അത് ഇപ്പം എനിക്കൊന്നും ഭയങ്കര +1+2 ട്യൂഷൻ, സയൻസ് ആയിരിക്കും, എന്തായാലും ട്യൂഷന് പോകണമെന്ന് വിചാരിച്ചിട്ട് പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തന്നെ വലിയ പൈസയാണ് ട്യൂഷന് പോവുക. അപ്പം അത്ര അഫോർഡ് ചെയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ചീപ്പ് പ്രൈസിൽ നമുക്ക് നല്ല ക്വാളിറ്റി ക്ലാസ് അവിടെ കിട്ടും. എന്നാൽ എനിക്ക് തന്നെ ഒരു തൊണ്ടോ എക്സാമിന് നല്ല ക്ലാസ് ആയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ തന്നെ ഞാൻ അഗ്നി ബാച്ചിൽ +1 അഗ്നി ബാച്ചിൽ ഞാൻ കയറി. എന്നിട്ട് എനിക്കുണ്ടായ മാറ്റം ഭയങ്കര മാറ്റമായിരുന്നു. കാരണം ഞാൻ CBSE പഠിച്ചുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ് സ്കൂൾ +1+2 കിട്ടുക, ഗവൺമെൻറ് കിട്ടുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയത് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 hours ഒക്കെ ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, സയൻസ് ഇപ്പം നീ 2 hours ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്, നീ സയൻസാണ്, അപ്പം നിനക്ക് ഭയങ്കര പാടായിരിക്കും, കുറച്ച് കഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞു. അപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പറ്റി നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, നോക്കി നല്ല ക്ലാസ് ആയിരിക്കും എക്സാമിനർ, എനിക്ക് കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഡെയിലി വരുന്നു, അഗ്നിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു, റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു, 1-2 hours അങ്ങനെ പോകും. എന്നിട്ടൊരു വീക്കെൻഡിലാണ് ഞാൻ റിവൈസ് ചെയ്യുക. ഞാൻ എൻ്റെ എങ്ങനെ +2 നിങ്ങൾക്ക് അതിനെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അത് അങ്ങനത്തെ പ്ലാനൊക്കെ കുറേ ഐഡിയാസ് ഒക്കെ എനിക്ക് കിട്ടിയതൊക്കെ എക്സാമിനറിൽ നിന്നാണ്. പിന്നെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മനസ്സിലാവും. അപ്പം പ്രധാനമായിട്ട് ബയോളജി, ഫിസിക്സ് ആയാലും കെമിസ്ട്രി, മാത്സ് ആയിക്കോട്ടെ, എല്ലാം അതായത് ഫിസിക്സൊക്കെ ഞാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റൊക്കെ എനിക്ക് ഫിസിക്സിനൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ എൻ്റെ ക്ലാസ്സാണ്. എക്സാമിൻ്റെ എല്ലാ ഫാക്കൽറ്റീസൊക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് അവർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഇതും കൂടെ മനസ്സിലാക്കിയാണ് ഓരോ ക്ലാസ്സും എടുക്കാറ്. നമുക്ക് അത്രയ്ക്കും ഡൗട്ട് ക്ലിയറൻസും മെൻ്റലി ജയിക്കുന്ന ഒരു ക്യാഷ് പ്രൈസ്, അപ്പോൾ അതൊക്കെ പഠിക്കാനൊരു മോട്ടിവേഷനാണ്. ഇപ്പം നാളെ ഇപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ മെൻറ്റി ഉണ്ട്, അപ്പം അതിന് ക്യാഷ് പ്രൈസ് ഫസ്റ്റ് മെൻറ്റി പൈസ 500. അപ്പം അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പഠിക്കുമായിരുന്നു ഞാനൊക്കെ. അപ്പം 3 വർഷം +1 എനിക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആലോചിച്ച് നോക്കി, +1+2 ഞാനൊരു ബാക്കിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സാം സമയത്ത് വലിയ ടെൻഷൻ ഒന്നുമില്ല. കാര്യം എക്സാമിന് ഒരു മാസം മുന്നേ തന്നെ സിലബസും റിവിഷനും എല്ലാം എൻ്റെ കഴിഞ്ഞിരുന്നു. ഈവൻ ഞാൻ എക്സാമിൻ്റെ നോട്ട് വെച്ചാണ് ഞാൻ പഠിച്ചത്. ബയോളജിക്ക് ആണെങ്കിൽ PPT നമുക്ക് അയച്ചു തരും, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഞാൻ എഴുതി വെക്കുമായിരുന്നു. എൻ്റെ ആവശ്യമില്ല, കാര്യം നോട്ട് നമുക്ക് തരും, അത് വെച്ച് പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു, എല്ലാം എഴുതുമായിരുന്നു. ബുക്ക് വെച്ച നോട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്രയും. എന്നിട്ട് എൻ്റെ +2 റിസൾട്ട് നമുക്ക് 99% ഉണ്ട്. ഫുൾ A+ന് അപ്പുറം ഫുൾ മാർക്കിന് ഒരു 12-11 മാർക്ക് കുറവായിരുന്നു എനിക്ക്. അത്രയും മാർക്ക് മേടിച്ചുകൊണ്ടാണ് എനിക്കിവിടെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടി. അപ്പം ഈ BSc നഴ്സിംഗ് നിങ്ങൾക്കറിയാം എത്ര നമ്മൾ പൈസ മുടക്കി പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് ഒരു പൈസ മുടക്കമില്ലാണ്ട് എത്താൻ എനിക്ക് അവിടെ വരെ എന്നെ എത്തിച്ചത് എക്സാമിനർ, അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ നമ്മളെ ക്രൂ ആയിക്കോട്ടെ, എല്ലാവരും കംപ്ലീറ്റ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആലോചിക്കുക, ഒരു എക്സാമിനറെല്ലാം കയറിയില്ലെങ്കിൽ, കാര്യം എനിക്കതൊരു പുഷായിരുന്നു. അപ്പോൾ നമുക്കൊരു പഠിക്കാൻ ഒരു പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യലിനെ പുഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആൾക്കാർ വേണം. ആ ആൾക്കാരെ എനിക്ക് അവിടെ കിട്ടിയിരുന്നു. ഒബ്വിയസ്ലി സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ എക്സാമിനെ പറ്റി പറയുന്നതെന്നാണ്, അവരും ഉണ്ട്. പക്ഷെ എക്സാമിനർ ആപ്പ് എൻ്റെ ലൈഫിൽ വഹിച്ചൊരു പങ്ക് അത്ര മതി. എന്നെ ക്ലാസ്സിൽ കളിയായി എക്സാമിനറെന്ന് വിളിക്കാറ്, ആ എക്സാം നടത്തി എന്ന് പറയുകയാണ്. അത്രയും ക്ലോസ് ആണ്. ഇപ്പോഴും ചില ലൈവൊക്കെ ഞാൻ ചുമ്മാ കയറി നോക്കും എങ്ങനെയാണ് എന്നൊക്കെ, ചുമ്മാ ഫാക്കൽറ്റീസിനെ കാണാനും
കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞപ്പം ഇപ്പം ചേവായൂരാണ് ഓഫീസ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, നഴ്സിംഗ് കോളേജാണ് തൊട്ടടുത്താണ് ചേവായൂർ. അപ്പോൾ ചേവായൂർ പോയി സ്റ്റാർട്ടിങ്സിനെ കണ്ടു. അപ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് ആണ്. ഇനി നിങ്ങൾക്ക് എക്സാമിനറിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ തീരുമാനം ഒരിക്കലും തെറ്റായി പോകില്ല. അത് ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാര്യം അത്രയ്ക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് ഉള്ള ഇൻപുട്ട് എല്ലാം അവർ തരും. നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കിയാൽ മതി, കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. ഞാൻ വീക്കെൻഡ്സിലാണ് പഠിച്ചത്. ഞാൻ നല്ലോണം പഠിക്കാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കതിന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് കടപ്പാടുള്ള ആപ്ലിക്കേഷനാണ്. അത്ര ഉള്ളൊരു വീഡിയോ. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസായിട്ട് ഞാൻ വരും. നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നിങ്ങൾ പറയാം. എല്ലാത്തിനും പരിഹാരമായിട്ട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.